ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് നിങ്ങൾക്ക് നമ്മുടെ KTU S1 എഞ്ചിനീയറിംഗ് കെമിസ്ട്രിയിലെ ഇലക്ട്രോ കെമിസ്ട്രി ആൻഡ് കൊറോഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിലെ സിലബസ് ബേസ് ആയിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അതായത് നിങ്ങൾ പരീക്ഷയുടെ സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം ഭയങ്കര പാടാണ് ഈ കുറേ നോട്ടുകളൊക്കെ എടുത്തു വെച്ച് നോക്കാനും അല്ലെങ്കിൽ ഈ സിലബസ് നോക്കി പഠിക്കാനും അങ്ങനത്തെ ഉള്ള സാധനത്തിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. അങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്. അപ്പോൾ 2019 സ്കീമിൽ ഇവർക്ക് വേണ്ടി ഞാനിവിടെ സിലബസ് ബേസിൽ നമ്മൾ എഞ്ചിനീയറിംഗ് കെമിസ്ട്രി S1 എഞ്ചിനീയറിംഗ് കെമിസ്ട്രി S1 S2 നിങ്ങൾ ഏതിലായിരിക്കും പഠിക്കുന്നത് എനിക്കറിയത്തില്ല. ഏതെങ്കിലും S1 S2 ഫസ്റ്റ് ഇയറിലെ ആൾക്കാർക്ക് വേണ്ടിയുള്ള എഞ്ചിനീയറിംഗ് കെമിസ്ട്രി ടോപ്പിക്കിൽ ആദ്യത്തെ മോഡ്യൂളാണ് ഇലക്ട്രോ കെമിസ്ട്രി ആൻഡ് കൊറോഷനിലെ നോട്ട്സ് ഒന്ന് റിവൈസ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. അപ്പം ഇത് ബേസിക്കലി എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും ആലോചിക്കണം, ഇത് പഠിക്കാൻ വേണ്ടിയല്ല. പരീക്ഷയുടെ സമയത്ത് നമ്മളെല്ലാവരും പഠിക്കത്തില്ലേ, അവസാനത്തെ ഒരാഴ്ചയ്ക്ക് സ്റ്റഡി ലീവിൽ പഠിക്കുന്ന പരിപാടി. അതിൽ നമുക്ക് എല്ലാം കൂടെ ഒന്നും പഠിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഇപ്പോൾ നമ്മൾ പഠിക്കാതിരിക്കുവാണെങ്കിലും ഹോസ്റ്റലിലാണെങ്കിലോ പുറത്താണെങ്കിലോ അല്ലെങ്കിൽ കൂട്ടുകാരോടാണെങ്കിൽ ഒറ്റയ്ക്കാണെങ്കിലും നമ്മൾ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും പഠിക്കുന്നത്. മിക്ക തവണ ഹോസ്റ്റലേഴ്സ് ആയിരിക്കും നമ്മുടെ എഞ്ചിനീയറിങ്ങിലുള്ളവർ കൂടുതലും. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ചില്ല് ചെയ്തായിരിക്കും പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ നോട്ട്സ് തപ്പിയെടുത്ത് എല്ലാവരും ഒരുമിച്ച് പഠിക്കുന്ന ഒരു സിംഗിൾ സോഴ്സിൽ നിന്നും പഠിക്കാൻ വേണ്ടിയാണ് ഞാനിത് ഞാൻ എൻ്റെ സമയത്ത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ ഒരെണ്ണം ഉണ്ടായിരുന്നെങ്കിൽ എപ്പോഴും യൂസ്ഫുള്ളായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിരുന്നു. അപ്പം അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഇത് നിങ്ങൾ പരീക്ഷയുടെ സമയത്ത് മാത്രമേ കാണാവൂ, ആ സമയത്ത് മാത്രമേ ഈ നോട്ട്സ് നോക്കി പഠിക്കാവൂ. എന്നിട്ട് ഇത് വെച്ച് പഠിച്ചിട്ട് നിങ്ങൾ പോയിരുന്ന് പരീക്ഷ എഴുതുക. ബാക്കി കുറേ കാര്യങ്ങൾ നോക്കി ഇൻഡെപ്ത് അത് മനസ്സിലാക്കി എടുക്കാനുള്ള സമയമില്ലാത്തൊരു കണ്ടീഷനിൽ മാത്രം. അല്ല, നമ്മൾ ഡെയിലി പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഇച്ചിരി നല്ലോണം നോക്കി കണ്ട് പഠിച്ചിട്ട് നിങ്ങളത് പോയിരുന്ന എക്സാം എഴുതുക. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതൽ സംസാരമൊന്നും വേണ്ട, നേരെ ടോപ്പിക്കിലേക്ക് തന്നെ നടക്കാം. അപ്പോൾ ആദ്യത്തെ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ സിലബസ് എടുത്ത് വെച്ച് നോക്കുവാണെങ്കിൽ നമ്മൾ ആദ്യം കിടക്കുന്നതെന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ഇലക്ട്രോലിറ്റിക് ആൻഡ് ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അപ്പോൾ നമ്മളെപ്പോഴും ആൻസർ എഴുതുന്നതിൽ ഫോക്കസ് ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നമുക്ക് എല്ലാവരും പറയുന്നത് ഇങ്ങനെ നേരിട്ട് അങ്ങ് ആൻസർ എഴുതിയാൽ മതി എന്നുള്ള രീതിയിൽ. ഞാൻ കൂടുതലും സജസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്, ഇപ്പോൾ മാർക്ക് നേടണമെങ്കിൽ നമുക്ക് ഒരു ആൻസർ റൈറ്റിംഗ് സ്കിൽ എപ്പോഴും ഉണ്ടായിരിക്കണം നമുക്കുള്ളിൽ. അപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത്, അതായത് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ആൻസർ എഴുതിക്കൊണ്ടിരുന്ന രീതി എന്ന് പറയുന്നത്, ആദ്യം നമ്മളൊരു ഇൻട്രോ പോലെ ഒരെണ്ണം കൊടുക്കും. എന്ന് വെച്ചാൽ ചുമ്മാ നമ്മളൊരു ആൻസർ എഴുതണ്ട എന്ന രീതിയിൽ. ഇപ്പോൾ നമ്മൾ ആ സിലബസ് പഠിക്കുമ്പം നമ്മൾ ഇലക്ട്രോലൈറ്റിക് ആൻഡ് ഇലക്ട്രോ കെമിക്കൽ സെല്ലാണല്ലോ ആദ്യം ടോപ്പിക്ക്. അപ്പം ആദ്യമേ നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രി പറ്റിയെന്ന് പറയുന്നത്, ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി വിച്ച് ഡീൽസ് വിത്ത് ടു ഫോം ഓഫ് എനർജി സച്ച് ആസ് ഇലക്ട്രിക്കൽ എനർജി ആൻഡ് കെമിക്കൽ എനർജി ആൻഡ് ദ ഇന്റർ കൺവേർഷൻ ഓഫ് വൺ ഫോം ടു അനദർ ഈസ് കാൾഡ് ഇലക്ട്രോ കെമിസ്ട്രി. അപ്പോൾ ഓൺ ദ ബേസിസ് ഓഫ് ഇലക്ട്രോകെമിക്കൽ ചേഞ്ചസ് സെൽസ് ആർ ഓഫ് ടു ടൈപ്പ്. ആ രണ്ട് ടൈപ്പ് ആണ് ഇലക്ട്രോലിറ്റിക് സെല്ലും ഗാൽവാനിക് സെല്ലും എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ടോപ്പിക്കല്ല ഇലക്ട്രോലിറ്റിക്, അതിൽ ആദ്യത്തെ സിലബസ് ടോപ്പിക്കാണ് ഇലക്ട്രോലിറ്റിക് ആൻഡ് ഇലക്ട്രോ കെമിക്കൽ സെൽ. അത് തന്നെയാണ് ഈ ഇലക്ട്രോലിറ്റിക് സെല്ലും ഗാൽവാനിക് സെൽ അല്ലെങ്കിൽ വോൾട്ടൈക് സെൽ അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ആൻസർ എഴുതുന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു തവണ ഇത് വായിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് ഓർമ്മ വരും. നമ്മൾ +2 വന്നപ്പോൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. ഈ ഇലക്ട്രോലിറ്റിക് സെല്ലും ഇലക്ട്രോ കെമിക്കൽ സെല്ലും നിങ്ങൾ രണ്ട് കള്ളിയായിട്ട് വരച്ചോ അല്ലെങ്കിൽ കോളംസ് ആയിട്ട് മാറ്റിയിട്ടോ അങ്ങനെ എന്തെങ്കിലും എഴുതുക. ഇല്ലെങ്കിൽ ഇതിന് ഹെഡിങ് കൊടുത്തിട്ട് അതിൻ്റെ താഴെ അതിൻ്റെ പോയിൻറ്റ്സ് എഴുതുക, ഇതിൻ്റെ ഹെഡിങ് കൊടുത്തിട്ട് അതിൻ്റെ താഴത്തെ പോയിൻറ്റ്സ് എഴുതുക. ഇലക്ട്രോലിറ്റിക് സെൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ കൺവേർഷൻ ഓഫ് ഇലക്ട്രോലിറ്റിക് അതാലോചന. ഇലക്ട്രോലിറ്റിക് സെൽ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ കൺവേർഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി ടു കെമിക്കൽ എനർജി. ഇതെപ്പോഴും നിങ്ങൾ പഠിക്കുമ്പോൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, EE ടു CE എന്ന രീതിയിൽ ആലോചിക്കുക. അതായത് ഇലക്ട്രോലിറ്റിക് സെൽ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എനർജി ടു കെമിക്കൽ എനർജി ആക്കുന്ന സെല്ലാണ്. ആ സമയത്ത് ഇലക്ട്രോ കെമിക്കൽ സെൽ എന്താണ്? കെമിക്കൽ സെൽ എന്ന് പറയുന്നത് എന്താണ്? കെമിക്കൽ. അപ്പോൾ CE ടു EE, കെമിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി ആക്കുന്നതാണ് ഈ ഇത് ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്തെന്ന് പറയുന്നത് ഇറ്റ് റിക്വയർസ് EMF, ഇറ്റ് പ്രൊഡ്യൂസസ് EMF. അതായത് ഇലക്ട്രോലിറ്റിക് സെല്ലിനകത്ത് എന്തോ ഇലക്ട്രിക്കൽ എനർജി ടു കെമിക്കൽ എനർജിയാണ്. അതായത് ഇലക്ട്രിക്കൽ എനർജി കൊടുത്ത് നമ്മൾ കെമിക്കൽ എനർജി ഉണ്ടാക്കും. അപ്പോൾ അതിനകത്ത് നമുക്ക് EMF കൊടുക്കണം. മറ്റേതിനകത്ത് എന്താ കെമിക്കൽ എനർജിയിൽ നിന്ന് ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് EMF പ്രൊഡ്യൂസ് ചെയ്യും. ഇത് ഈ രണ്ട് സെല്ലിനകത്തും ആനോയിഡും കാഥോയിഡും കാണും. അപ്പം എന്താ വെച്ചാൽ ഇലക്ട്രോലിറ്റിക് സെല്ലാണെങ്കിലും ഇലക്ട്രോ കെമിക്കൽ സെല്ലാണോ, ബാറ്ററീസ് ആണ് ബേസിക്കലി പറഞ്ഞിരുന്നത്. സെല്ലെന്ന് പറയുന്നത് ബാറ്ററി. അപ്പോൾ അതിനകത്ത് കൂടുതലും എന്ന് പറയുന്നത് ആനോയിഡും കാഥോയിഡും കാണും. രണ്ട് ഇലക്ട്രോഡ്സ് കാണും. അപ്പോൾ അത് ആനോയിഡും കാഥോയിഡും ആയിരിക്കും. ഈ ഇലക്ട്രോലിറ്റിക്കിനകത്ത് ആനോയിഡ് പോസിറ്റീവും കാഥോയിഡ് നെഗറ്റീവും. മറ്റേതിനകത്താണെങ്കിൽ ഇതിൻ്റെ നേരെ തിരിച്ച് ആനോയിഡ് നെഗറ്റീവും കാഥോയിഡ് പോസിറ്റീവും. പിന്നെ ഇതിനകത്തെന്ന് പറയുന്നത് ഡിസ്ചാർജ് ഓഫ് അയോൺസ് ഒക്കേഴ്സ് ഓൺ അറ്റ് ബോത്ത് ഇലക്ട്രോഡ്സ്. രണ്ടിടത്തും ഉണ്ടാകുന്നത്. നമ്മുടെ ഇലക്ട്രോ കെമിക്കൽ ആണെങ്കിലോ ഡിസ്ചാർജ് ഓഫ് അയോൺസ് ഒക്കേഴ്സ് അറ്റ് ദ കാഥോയിഡ് ഓൺലി. കാഥോയിഡിൽ മാത്രമേ കാണത്തുള്ളൂ. പിന്നെ അതെന്ന് പറയുന്നത്
ഒരു നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻസ് ആയിരിക്കും, മറ്റേത് സ്പോണ്ടേനിയസ് റിയാക്ഷൻസ് ആയിരിക്കും. പിന്നെ ദേ ആർ ഇറിവേഴ്സിബിൾ, ഇത് റിവേഴ്സിബിൾ ആയിരിക്കും ഇലക്ട്രോ കെമിക്കൽ സെൽ. അപ്പോൾ നിങ്ങൾ ഈ ഇത്രയും പോയിൻറ്റ്സ് തന്നെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ ആദ്യത്തെ സിലബസിലെ ടോപ്പിക്കായത് ഇത് പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾ ആദ്യത്തെ ഒരു പാർട്ടിലെ ആദ്യത്തെ ഇത് പഠിച്ചു കഴിഞ്ഞു ഇത്ര സെക്കൻഡ് കൊണ്ട് തന്നെ. ഇത്ര മിനിറ്റ്സിനുള്ളിൽ നമ്മൾ ആദ്യത്തെ ടോപ്പിക്ക് മനസ്സിലായി. പിന്നെ നിങ്ങൾക്ക് എക്സാമിന് എഴുതാൻ വേണ്ടി വേണമെങ്കിൽ മാത്രം വേണം ഈ കമ്പാരിസൺ ഓഫ് ഇലക്ട്രോലിറ്റിക് സെൽ ആൻഡ് ഗാൽവാനിക് സെൽ കൂടെ നോക്കി വെച്ചേക്കുക. അതൊന്നുമില്ല. ഇത് എന്ന് വെച്ചാൽ ഈ പോയിന്റ് തന്നെയാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. ഒറ്റ തവണ ഇത് മാത്രമല്ല. ഓക്സിഡേഷൻ ടേക്സ് പ്ലേസ് അറ്റ് ദ ആനോഡ് ആൻഡ് റിഡക്ഷൻ ടേക്സ് അറ്റ് പ്ലേ ആനോഡ്. രണ്ടെണ്ണത്തിൻ്റെ കേസിൽ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാകുന്നത് ആനോഡ് ടു കാഥോഡ്, A to C എന്ന് പഠിച്ചാൽ വെച്ചാൽ മതി. പിന്നെ ഇലക്ട്രോൺ ലീവ്സ് ദ സെൽ അറ്റ് ആനോഡ് ആൻഡ് എൻറ്റേഴ്സ് ടു ദ സെൽ അറ്റ് ദ കാഥോഡ്. ഇതാണ് ആദ്യത്തെ ടോപ്പിക്. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ സിലബസിൽ വരുന്നതെന്ന് പറയുന്നത് ഡാനിയൽ സെല്ലാണ്. ഡാനിയൽ സെൽ എന്ന് പറയുന്നത് തന്നെയാണ് അടുത്ത സിലബസിൽ കിടക്കുന്ന ടോപ്പിക്. ഡാനിയൽ സെൽ എന്ന് പറയുന്നത് അത് പറയുന്നതിൻ്റെ നമ്മളൊരു പ്രൈമറി സെല്ലിനെ പറ്റി പറയും. പ്രൈമറി സെൽ വിച്ച് ബിക്കംസ് ഡെഡ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം ബിക്കോസ് ദ കെമിക്കൽ റിയാക്ഷൻ ഒക്കേഴ്സ് ഓൺലി once. After that the cell becomes exhausted or discharged. They cannot be recharged or reused. Example, dry cell അല്ലെങ്കിൽ ഡാനിയൽ സെൽ. ഡാനിയൽ സെൽ എന്ന് പറയുന്നത് ഒരു പ്രൈമറി സെല്ലാണ്. അത് ഒരു തവണ യൂസ് ചെയ്തിട്ട് മാറ്റാൻ പറ്റുന്ന ടൈപ്പ് സെല്ല്. അപ്പോൾ നമ്മൾ ഡാനിയൽ സെല്ലിനെ പറ്റി നമ്മൾ ആരെയും ഇൻട്രൊഡക്ഷൻ കൊടുത്തത്. ആൻസർ ചോദിക്കുമ്പോൾ വാട്ട് ഈസ് ഡാനിയൽ സെൽ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ അബൌട്ട് ഡാനിയൽ സെൽ അങ്ങനെ എന്തെങ്കിലും ടോപ്പിക്കലായിരിക്കും റിവൈസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കാണാൻ പറ്റില്ല. ഡാനിയൽ സെല്ലിനെ പറ്റി എവിടെയെങ്കിലും ഒന്ന് പരാമർശിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ പ്രൈമറി സെല്ലിനെ പറ്റി പറയുക, എന്നിട്ട് നമ്മൾ ഡാനിയൽ സെല്ലിനെ പറ്റി പറഞ്ഞു തുടങ്ങാം. അപ്പോൾ ഡാനിയൽ സെൽ എന്ന് പറയുന്നത് അതൊരു ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഇലക്ട്രോ കെമിക്കൽ സെൽ ഓർ വോൾട്ടേക് സെൽ. അപ്പോൾ അതൊരു ഇലക്ട്രോ കെമിക്കൽ സെൽ. നേരത്തെ പഠിച്ച ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ ഇലക്ട്രോലിറ്റിക്കും ഇലക്ട്രോ കെമിക്കലിനകത്ത് ഇലക്ട്രോ കെമിക്കൽ സെല്ലാണ് നമുക്ക് മനസ്സിലായി. ഇതിനകത്ത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സിങ്ക് റോഡ് ഡിപ്ഡ് ഇൻ സിങ്ക് സൾഫേറ്റ്. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രോ കെമിക്കൽ സെല്ലിനകത്താണെങ്കിൽ അല്ലെങ്കിൽ സെല്ലിനകത്താണെങ്കിൽ ആനോഡും കാഥോഡും ഉണ്ടെന്ന്. അപ്പോൾ അതിൽ ഇലക്ട്രോഡ്സ് ഉണ്ട്. അപ്പോൾ ഇതിനകത്തൊരു സിങ്ക് റോഡ് ഡിപ്ഡ് ഇൻ സിങ്ക് സൾഫേറ്റ് ZnSO4 സൊല്യൂഷൻ ആൻഡ് കോപ്പർ റോഡ് ഡിപ്ഡ് ഇൻ CuSO4 സൊല്യൂഷൻ. SO4 സൊല്യൂഷനകത്ത് ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് 2 ഇലക്ട്രോഡ്സ് ഉണ്ട്. അപ്പോൾ 2 ഇലക്ട്രോഡ്സ് ഉണ്ട് ആൻഡ് ആർ കണക്റ്റഡ് എക്സ്റ്റേണലി യൂസിങ് എ വോൾട്ട് മീറ്റർ ആൻഡ് ഇന്റേണലി യൂസിങ് എ സാൾട്ട് ബ്രിഡ്ജ്. സാൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു ഷേപ്ഡ് ഇതാണ് നമ്മളെ മെറ്റീരിയലാണ്. ഇലക്ട്രോഡ്സ് തമ്മിൽ കണക്ട് ചെയ്തത്, സൊല്യൂഷൻസിൽ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് ദ റിസൾട്ടൻറ്റ് സെൽ ക്യാൻ ബി റെപ്രസെൻറ്റഡ്. അപ്പോൾ ഇങ്ങനത്തുള്ള പടങ്ങൾ എപ്പോഴും നിങ്ങൾ പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതൊന്നും വരയ്ക്കാൻ പോലും പാടില്ല. 2 കണ്ടെയ്നർ വരയ്ക്കുക അല്ലെങ്കിൽ ഒരു ബീക്കേഴ്സ് വരയ്ക്കുക, അതിനകത്ത് 2 ഇലക്ട്രോഡ്സ് വരയ്ക്കുക. ആ ഇലക്ട്രോഡ്സ് തമ്മിൽ സാൾട്ട് ബ്രിഡ്ജ് യൂസിങ് ഒരു ഷേപ്ഡ് ബ്രിഡ്ജ് കൊടുക്കുക. പിന്നെ അതിനകത്ത് നമ്മൾ പേര് കൊടുത്തിരുന്നാൽ മതി. നമ്മൾ ഇലക്ട്രോഡ്സ് ആനോഡും കാഥോഡും എവിടെയൊക്കെയാണെന്ന് മനസ്സിലാക്കിയിരിക്കണം. പിന്നെ നമ്മൾ അതിനകത്ത് ഓവറോൾ റിയാക്ഷൻസിനെ പറ്റി എന്ന് വെച്ചാൽ എവിടെയൊക്കെ കെമിസ്ട്രി എഴുതുമ്പോൾ നമ്മൾ എപ്പോഴും റിയാക്ഷൻസിനെ പറ്റി നമുക്ക് എപ്പോഴും ബോധമായിരിക്കണം. നമ്മൾ എന്ത് എഴുതിയാലും റിയാക്ഷൻസ് എവിടെയെങ്കിലും കണ്ടെങ്കിൽ അത് നമ്മൾ 1-2 തവണ ഒന്ന് എഴുതി പഠിക്കാം. ഇപ്പം ഇതിനകത്താണെങ്കിൽ നമ്മൾ ആനോഡും കാഥോഡും എൻഡും ഉണ്ട്. അപ്പം നമ്മളിങ്ങനെ ഓക്സിഡേഷൻ റിഡക്ഷൻ ഉണ്ട്, അതിൽ ഓക്സിഡേഷൻ റിഡക്ഷൻ ഉണ്ട്. അപ്പം ഇതിനകത്ത് നമ്മുടെ സിങ്ക് Zn2+ ആവുന്നു, Cu2+Cu ആവുന്നു. അപ്പോൾ അതിനെപ്പറ്റി എഴുതുക. ഈ ഓക്സിഡേഷൻ റിഡക്ഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കുകൾ നമ്മൾ പഠിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ ഓൾറെഡി +2 പഠിച്ചത്. അപ്പോൾ നമ്മളതൊന്ന് ഓർത്ത് വെച്ചേക്കുക ഇതിനെപ്പറ്റി പഠിക്കുന്ന സമയത്ത്. അപ്പം ഇതിനകത്ത് ഇതിൻ്റെ ഓക്സിഡേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് സിങ്ക് Zn2+ 2 ഇലക്ട്രോൺസ് ആവുന്നു. റിഡക്ഷൻ എന്ന് പറയുന്നത് Cu2+ 2 ഇലക്ട്രോൺ നേടി Cu ആവുന്നു. അപ്പോൾ ഓവറോൾ റിയാക്ഷൻ എന്ന് പറയുന്നത് Zn + Cu2+ ഫോംസ് Zn + Cu എന്ന് പറയുന്നൊരു ഫോർമേഷനിലേക്ക് എത്തുന്നു. ഇനി ഇതൊന്നും ഇവിടെ ഒരു 2+ ഉണ്ടാകും തോന്നുന്നു കേട്ടോ. ഓവറോൾ റിയാക്ഷൻ എഴുതുമ്പോൾ 2+ ഉണ്ട്. അപ്പോൾ ഇതിനകത്തെന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് EMF ഓഫ് ഡാനിയൽ സെൽ ഓർ എഫക്റ്റീവ് കോൺസെൻട്രേഷൻ ഓഫ് EMF ഓഫ് ഡാനിയൽ സെല്ല്. അപ്പം ഇതിനെ പറ്റിയാണ് നമ്മൾ, അതായത് നേൺസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നൊരു ടോപ്പിക്ക് നമ്മൾ പിന്നീട് പഠിക്കുന്ന സാധനത്തിനകത്ത് വരുന്ന ഒരെണ്ണമാണ്. അപ്പം അതിനകത്ത് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു സാധനമാണ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് EMF സെല്ലിൻ്റെ ഇക്വേഷൻസ്. അപ്പോൾ അതെന്ന് പറയുന്നത് നമ്മളിപ്പം ഓവറോൾ റിയാക്ഷൻസ് നമ്മൾ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞത് Zn2+ ഉണ്ട്. ആ റിയാക്ഷൻ എഴുതുക. അതിനകത്ത് നേൺസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് E cell സെൽ പ്ലസ് 2.303 RT/NF log Cu2+ Zn2+. അപ്പം ഇങ്ങനത്തുള്ള നേൺസ്റ്റ് ഇക്വേഷൻസ് എപ്പോഴും നമ്മൾ റിമൈൻഡറാണ്. അതിപ്പോൾ നമ്മൾ പഠിച്ചു വെച്ചേക്കുക. ഈ റിയാക്ഷൻസ് ഈ ഇക്വേഷൻസൊക്കെ നമ്മളെപ്പോഴും നമ്മളിത് ഓർത്തിരിക്കാനായിട്ടുള്ള രീതിയിൽ ഒന്നെങ്കിൽ എഴുതി പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഇത് നമ്മൾ ആൻസർ ഷീറ്റ്സ് എഴുതാം. അപ്പോഴും ഞാൻ പറഞ്ഞില്ല, ആൻസർ റൈറ്റിംഗ് എന്ന് പറയുന്ന സ്കില്ലിനകത്ത് മെയിൻലി നമുക്ക് ഇങ്ങനത്തെ ഉള്ള പോയിൻറ്റ്സുകൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് മെയിൻലി ഉള്ളതെന്ന് പറയുന്നത് 3 കേസസാണ് ടോട്ടൽ ഉള്ളത്. അതിനകത്ത് ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് Cu2+, അതായത് ഈ ഉണ്ടാവുന്ന
അയൺസിൻ്റെ ഇ എം എഫിന് ഈക്വൽ ആവുന്ന സമയത്ത്, കോൺസെൻട്രേഷൻസ് ഈക്വൽ ആവുന്ന സമയത്ത്, ഇ എം എഫ് അല്ല കോൺസെൻട്രേഷൻ ഈക്വൽ ആവുന്ന സമയത്ത് നമ്മൾക്ക് എന്താണ് ഇ എം എഫ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അപ്പം ഇതിനകത്ത് സി യുവിൻ്റെ കോൺസെൻട്രേഷനും Zn2+ൻ്റെ കോൺസെൻട്രേഷൻ ഒരുമിച്ച് വരുമ്പോൾ ലോഗരിഥമിക് ടേം ബിക്കംസ് 0. അപ്പം ഈ 0 സെൽ എന്ന് പറയുന്നത് ഈ സെല്ലിന് ഈക്വൽ ആവും. ഈ സെൽ എന്ന് പറയുന്നത് ഈ സെല്ലാണ്, ഈ സെല്ല് ഈ 0 സെല്ലിന് ഈക്വൽ ആവും. ആൻഡ് ദ ഇ എം ഓഫ് ദ സെൽ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടെമ്പറേച്ചറായി മാറും. മറ്റേതിൻ്റെ കേസിൽ Cu2+, അതായത് Cu2+ ലെസ് ദാൻ Zn2+ ആവുന്ന ലോഗരിഥമിക് ടേംസ് ബിക്കം നെഗറ്റീവ്. അവിടെ ആണെങ്കിൽ അപ്പം അവിടെ ഈ സെല്ല് ഗ്രേറ്റർ ദാൻ E0 സെല്ലാവും. ദ ഇ എം ഓഫ് ദ സെൽ ഡിക്രീസസ് വിത്ത് ദ റൈസ് ഇൻ ടെമ്പറേച്ചർ ഉണ്ടാവും. പിന്നെ വെൻ കോൺസെൻട്രേഷൻ ഓഫ് Cu2+ ഗ്രേറ്റർ ദാൻ Zn2+ ആകുമ്പോൾ ലോഗരിഥമിക് ടേം ബിക്കംസ് പോസിറ്റീവ്. ദെൻ ഈ സെല്ലിന് എന്താ സംഭവിക്കുന്നത്, ഈ സെൽ ഗ്രേറ്റർ ദാൻ E0 സെല്ലാവുന്നു. അതേപോലെ E0 സെൽ ഓഫ് ദ സെല്ലാവുന്നു ഇൻക്രീസ് വിത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ. പിന്നെ സാൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത് നമ്മൾ അതിനെപ്പറ്റി വേണമെങ്കിൽ എഴുതാൻ മതി. എന്നത് ഇറ്റ് ഈസ് എ യു ഷേപ്ഡ് സെമി സോളിഡ് പേസ്റ്റ് പ്രിപ്പയർഡ് ബൈ ആഡിങ് അഗർ സൊല്യൂഷൻ ടു അക്വസ് സൊല്യൂഷൻ ഓഫ് സ്ട്രോങ് electrolyte like KCl, KNO3, K2SO4, NH4NO3, etc. Electrolyte should be inert. അതായത് അകത്ത് യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ് ഇനേർട്ട് ആയിരിക്കണം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡാനിയൽ സെല്ലിനെ പറ്റി. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് നമുക്ക് മെയിൻലി വരുന്നത് ഇപ്പോൾ നമ്മൾ സാൾട്ട് ബ്രിഡ്ജിനെ പറ്റി നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ കുറച്ചുകൂടെ എഴുതുകയാണെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതായത് നമുക്ക് ഈ തിയറി ഇക്വേഷൻസ് മറന്നു പോയാലും എന്തെങ്കിലും തിയറി എഴുതാൻ പറ്റുന്നതിന് വേണ്ടിയാണ് ഈ സാൾട്ട് ബ്രിഡ്ജിനെ പറ്റി നമ്മളൊന്ന് പഠിക്കാമെന്ന് പറഞ്ഞത് കേട്ടോ. അപ്പം ആ സാൾട്ട് ബ്രിഡ്ജിന് വേണ്ടി പഠിക്കാൻ വേണ്ടി നമുക്ക് പറ്റുന്നതെന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് സാൾട്ട് ബ്രിഡ്ജിൻ്റെ വേണമെങ്കിൽ എഴുതാൻ പറ്റും. ചിലപ്പോൾ ഇത് തന്നെ നമുക്ക് ചെറിയ മാർക്കുകൾക്ക് ചോദിക്കും എന്താണ് സാൾട്ട് ബ്രിഡ്ജിൻ്റെ ഫംഗ്ഷൻസ് എന്താണെന്ന്. അപ്പോൾ ഫംഗ്ഷൻസ് പറയുന്നത് പറഞ്ഞു വിട്ടേക്കാം. ഇത് നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി. ഒറ്റ തവണ ഒന്ന് വായിച്ച് നോക്കിയിട്ട് നമ്മളങ്ങ് ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഫംഗ്ഷൻസ് ഓഫ് ഇറ്റ് പ്രൊവൈഡ്സ് കാറ്റയോൺ ആൻഡ് ആനയോൺ ടു റീപ്ലേസ് ദ അയോൺ. It provides cation and anion to replace the ion test or produced in the two cells. It maintains the electrical neutrality of the two solution in the two half. It allows the flow of current by completing the electric circuit. It prevents intermixing of solutions as well as ions in the two half cells, which may lead to the precipitation reaction. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ അപ്പം അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മാത്രം മതി. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് പഠിച്ചാൽ മതി, ഓർത്ത് വെച്ചിരുന്നാലും മതി. പക്ഷേ ഞാൻ പറയുന്നത് വെച്ചാൽ അപ്പോൾ നമ്മൾ ഡാനിയൽ സെല്ലിനെ പറ്റി ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നും ഓർമ്മയില്ലെങ്കിൽ ഇതൊക്കെ എഴുതാൻ പറ്റും നമുക്കിതിൻ്റെ ആൻസേഴ്സായിട്ട്. അപ്പം ഇതിനൊക്കെ ചെറിയ ചെറിയ മാർക്കൊക്കെ വാല്യൂട്ടേഴ്സ് സാധാരണ തരാറുണ്ട്. നമ്മൾ അതൊരു ആൻസർ റൈറ്റിംഗ് സ്കില്ലായിട്ട് കൂട്ടുക. ഓക്കെ, അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് റിഡോക്സ് റിയാക്ഷനെ പറ്റിയാണ്. അടുത്ത നമ്മുടെ സിലബസിൽ കിടക്കുന്ന ടോപ്പിക്ക് റിഡോക്സ് റിയാക്ഷനാണ്. അപ്പോൾ റിഡോക്സ് റിയാക്ഷൻ നമ്മളൊക്കെ +2 പഠിച്ചിട്ടുണ്ട്. ഓക്സിഡേഷൻ, റിഡക്ഷൻ ഇത് ഒരുമിച്ച് വരുന്ന റിയാക്ഷനാണ് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. റിഡോക്സ് റിയാക്ഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ കെമിക്കൽ റിയാക്ഷൻ. ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ കെമിക്കൽ റിയാക്ഷൻ. രണ്ടവണ എഴുതിയിട്ടുണ്ട്. ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ കെമിക്കൽ റിയാക്ഷൻ in which electrons are transferred between two reactants participating in it. അതായത് ഇലക്ട്രോൺസ് അതിനകത്ത് ഒരു റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന റിയാക്ടൻസിൻ്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന ഇലക്ട്രോൺസിൻ്റെ ട്രാൻസ്ഫറിനകത്ത്. ദിസ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ക്യാൻ ബി ഐഡൻറ്റിഫൈ ഒബ്സർവിംഗ് ദ ചേഞ്ചസ് ഇൻ ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ദ reacting species. The loss of electrons and corresponding increase in the oxidation state of a given reactant is called oxidation. എവിടെയാണ് ലോസ് ഓഫ് ഇലക്ട്രോൺ ഉണ്ടാകുന്നത്? അതായത് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ലോസ് ഓഫ് ഇലക്ട്രോൺ ആണെങ്കിൽ ഓക്സിഡേഷൻ, ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ആണെങ്കിൽ റിഡക്ഷൻ. ഓക്കെ, അതിൻ്റെ സെൽ റെപ്രസെൻറ്റേഷനാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ ദ ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ദ കറസ്പോണ്ടിങ് ഡിക്രീസ് ഇൻ ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ദ റിയാക്ടൻ ഈസ് കാൾഡ് റിയാക്ഷൻ. അടുത്ത സാധനമാണ് അപ്പം റിഡോക്സിഡേഷനെ പറ്റി നിങ്ങൾക്ക് മനസ്സിലായി. ഓക്സിഡേഷൻ റിലേഷൻ, അതായത് ഒന്നര ലോസ് ഓഫ് ഇലക്ട്രോൺ ആണെങ്കിൽ ഓക്സിഡേഷൻ, ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ആണെങ്കിൽ അത് റിഡക്ഷനാണ്. അടുത്ത സാധനമാണ് സെൽ റെപ്രസെൻറ്റേഷൻ. എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലായിരുന്നു, നമ്മൾ ഡാനിയൽ സെല്ലൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുമ്പം Zn ബാർ, Zn2+, ഡബിൾ ബാർ എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതിയില്ലേ. അപ്പോൾ അതിനെ പറ്റിയുള്ളതാണ്. സെൽ റെപ്രസെൻറ്റേഷൻസ് ഇല്ലെങ്കിൽ നമ്മൾ LHS എപ്പോഴും ഓക്സിഡേഷൻ എൻഡും RHS റിഡക്ഷൻ എൻഡും ആണ് എഴുതേണ്ടത്. ഓക്സിഡേഷൻ എപ്പോഴും ഉണ്ടാകുന്നത് ഇവിടെ കാഥോഡിൽ, ആനോയിഡിലാണ്. റിഡക്ഷൻ ഉണ്ടാകുന്നത് കാഥോഡിലാണ്. അപ്പോൾ അതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഈ രീതി. അപ്പോൾ നമ്മൾ ഈ സെൽ റെപ്രസെൻറ്റേഷൻ M ബാർ Mn+ഉം Mn+ ബാർ M അങ്ങനെ എഴുതുക. അപ്പം ഇതിൻ്റെ ഫ്രണ്ടിൽ ഡബിൾ ബാർ കാണിച്ചേക്കുന്നതെന്ന് പറയുന്നത്, സിംഗിൾ ബാർ എന്ന് പറയുന്നത് നമ്മൾ ഇലക്ട്രോണിൻ്റെ ഇലക്ട്രോലൈറ്റിൻ്റെയും ഇടയ്ക്ക് നമ്മൾ കൊടുക്കുന്നതാണ് സിംഗിൾ ബാർ. അതേപോലെ
ഡബിൾ ബാർ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഡബിൾ ബാർ കൊടുക്കുന്നത് എപ്പോഴാണ് നമ്മൾ ഇലക്ട്രോലൈറ്റിക്കിന് സാൾട്ട് ബ്രിഡ്ജിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് ഈ ഡബിൾ ബാർ കൊടുക്കുന്നത്. ഇതാണ് സാൾട്ട് ബ്രിഡ്ജിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് മനസ്സിലാക്കി വെച്ചേക്കുക. പിന്നെ അടുത്തതിനകത്ത് വരുന്ന ടോപ്പിക്ക്. ഇപ്പോൾ നമ്മൾ ഏകദേശം 4 ടോപ്പിക്ക് ആദ്യത്തെ സിലബസിൻ്റെ 4 ടോപ്പിക്ക് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത സിലബസിൽ കിടക്കുന്ന അടുത്ത ഇൻട്രൊഡക്ഷനിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇലക്ട്രോഡ്സ് ആണ്. അപ്പോൾ ദ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇലക്ട്രോഡ്സ് മെയിൻലി ഉണ്ട് മെറ്റൽ അയൺ ഇലക്ട്രോഡ്, ഗ്യാസ് ഇലക്ട്രോഡ്, മെറ്റൽ ഇൻസോലുബിൾ സാൾട്ട് ഇലക്ട്രോഡ്, റിഡോക്സ് ഇലക്ട്രോഡ്, അയൺ സെലക്റ്റീവ് ഇലക്ട്രോഡ്. അങ്ങനത്തെ 5 ഇലക്ട്രോഡ്സിനെ പറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ സാധനം എന്ന് പറയുന്നത് മെറ്റൽ അയൺ ഇലക്ട്രോഡ്. മെറ്റൽ അയൺ ഇലക്ട്രോഡ് എന്ന് പറയുന്നത് എ മെറ്റൽ ഈസ് ഇമ്മേഴ്സ്ഡ് ഇൻ ഇറ്റ്സ് ഓൺ അയോണിക് സൊല്യൂഷൻ. റിസൾട്ടൻറ്റ് ഇലക്ട്രോഡ് ഈസ് കാൾഡ് മെറ്റൽ. അതായത് മെറ്റലിൻ്റെ തന്നെ അയോണിക് സൊല്യൂഷനകത്ത് ഡിപ്പ് ചെയ്തേക്കുന്നതാണ് മെറ്റൽ അയോൺ ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് Zn+, അല്ലെങ്കിൽ Cu2+ എന്ന് പറയുന്ന ഇലക്ട്രോൺ. അതിനകത്തെന്ന് പറയുന്നത് സെൽ എന്ന് പറയുന്നത് സെൽ റിയാക്ഷൻ എന്ന് പറയുന്നത് E0 സെൽ പ്ലസ് 0.059 ലോഗ് Zn2+ എന്ന് പറയുന്നത്. ഇത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഡിപ്പെൻസ് ഓൺ ദ Mn+ കോൺസെൻട്രേഷനകത്താണ് ഇലക്ട്രോണിക് പൊട്ടൻഷ്യൽ ഡിപ്പെൻസ് അപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് ആദ്യത്തേത്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഗ്യാസ് ഇലക്ട്രോഡ്. ഇൻ ഗ്യാസ് ഇലക്ട്രോഡ്, ഗ്യാസ് ഈസ് പാസ്ഡ് ത്രൂ ആൻ ഇനേർട്ട് ഇലക്ട്രോഡ് ലൈക്ക് പ്ലാറ്റിനം വിച്ച് ഈസ് ഇമ്മേഴ്സ്ഡ് ഇൻ എ സൊല്യൂഷൻ കണ്ടെയ്നിങ് ഇറ്റ്സ് ഓൺ അയോൺസ്. അപ്പം ഇതിനകത്ത് എന്താണ് ഒരു ഗ്യാസ് എന്ന് പറയുന്നത് പാസ്ഡ് ത്രൂ ഇനേർട്ട് ഇലക്ട്രോഡ് ലൈക്ക് പ്ലാറ്റിനം. സിമ്പിളായിട്ട് ഓർത്ത് വെച്ചേക്കുന്നത് ഗ്യാസ് എന്ന് പറയുന്നത് ഒരു ഇനേർട്ട് ഇലക്ട്രോഡിനകത്തൂടെ പാസ് ചെയ്യുന്നത് ലൈക്ക് പ്ലാറ്റിനം വിച്ച് ഈസ് ഇമ്മേഴ്സ്ഡ് ഇൻ എ സൊല്യൂഷൻ കണ്ടെയ്നിങ് ഇറ്റ്സ് ഓൺ അയോൺ. അതിനകത്ത് ഹൈഡ്രജൻ ഇലക്ട്രോഡാണ് അതിൻ്റെ എക്സാമ്പിൾ. ഹിയർ ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് അയൺ ആൻഡ് ദ പ്രഷർ അറ്റ് വിച്ച് ദ ഗ്യാസ് ഈസ് ബബിൾഡ്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് മെറ്റൽ ഇൻസോളുബിൾ സാൾട്ട് ഇലക്ട്രോഡ്. ഇൻ മെറ്റൽ ഇൻസോളുബിൾ സാൾട്ട് ഇലക്ട്രോഡ്, മെറ്റൽ ഈസ് ക്രോസ്ഡ് വിത്ത് എ പേസ്റ്റ് of its insoluble metal salt which is in contact with the solution containing a common ion with the insoluble salt. Okay, അത് Hg2Cl2 അപ്പം ഇതിൻ്റെ E0 സെല്ലിൻ്റെ റിയാക്ഷനോടെ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. ഞാൻ ഈ നോട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഈ നോട്ട് നോക്കി മാക്സിമം പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ KTU നോട്ട്സിൽ നിന്ന് തന്നെയാണ് ഞാനിത് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ അത് നോക്കി പഠിച്ചാലും മതി. ഞാനിത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് അറേഞ്ച് ചെയ്ത് തരുന്നേ ഉള്ളൂ എളുപ്പമാക്കാൻ വേണ്ടി എക്സാമിൻ്റെ അന്നത്തേക്കായി. ഹിയർ ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഡിപ്പെൻസ് ഓൺ കോമൺ അയോൺ. അടുത്തെന്ന് പറയുന്നത് ഏതാ? റിഡോക്സ് ഇലക്ട്രോഡ്. ഇലക്ട്രോഡ് ഈസ് റിഡോക്സ് ഇലക്ട്രോഡ് എന്ന് പറയുന്നതിനകത്ത് എങ്ങനെയാണ്? ആൻ ഇലക്ട്രോഡ് ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് എ റിഡോക്സ് സിസ്റ്റം ഈസ് കാൾഡ് റിഡോക്സ് ഇലക്ട്രോഡ്. ഓക്കെ, ഒരു റിഡോക്സ് സിസ്റ്റത്തിൻ്റെ അകത്ത് ബന്ധപ്പെട്ട് കിടക്കുന്നതിനെയാണ് റിഡോക്സ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. Pt(Fe2+) എന്നൊക്കെ പറയുന്നതൊക്കെയാണ് ഇലക്ട്രോഡ് ഒരു റിഡോക്സിനകത്ത് കിടക്കുന്നത്. ഇൻ ദീസ് ഇലക്ട്രോഡ് ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഡിപ്പെൻസ് അപ്പോൺ ദ റേഷ്യോ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് അയോണിക് സ്പീഷീസ് ഇൻവോൾവ്ഡ് ഇൻ ദ റിഡോക്സ് റിയാക്ഷൻ. ഓക്കെ, മനസ്സിലായല്ലോ? അയോണിക് സ്പീഷീസ് ഇൻവോൾവ്ഡ് ഇൻ ദ റിഡോക്സ് റിയാക്ഷൻ, അതിനകത്താണ് ഇത് ഡിപ്പെൻഡ് അപ്പ് ചെയ്തിരിക്കുന്നത്. പിന്നെ എന്ന് പറയുന്നത് അയൺ സെലക്റ്റീവ് ഇലക്ട്രോഡ്. അതിനകത്തെന്ന് പറയുന്നത് എന്തുവാ? ഇൻ ദിസ് ഇലക്ട്രോഡ് ദ സെൻസിങ് പാർട്ട് ഓഫ് ദ അടുത്ത പേജാണ്. ഓക്കെ, ഓഫ് ദ ഇലക്ട്രോൺ ദ സെൻസിങ് പാർട്ട് ഓഫ് ദ ഇലക്ട്രോഡ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഓൺ അയൺ സെലക്റ്റീവ് മെമ്പറിൻ. ഓക്കെ, ദ സെൻസിറ്റീവ് പാർട്ട് ദ സെൻസിങ് പാർട്ട് ഓഫ് ദ ഇലക്ട്രോഡ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ആൻ അയൺ സെലക്റ്റീവ് മെമ്പറിനിനകത്താണ് അത് മേക്ക് ചെയ്തിരിക്കുന്നത്. എക്സാമ്പിൾ എന്ന് പറയുന്നത് ഗ്ലാസ് ഇലക്ട്രോഡ്, അതിന് കൺസിസ്റ്റ് ഓഫ് അയൺ സെൻസിറ്റീവ് മെമ്പറാണ് ഉള്ളത്. അടുത്തെന്ന് പറയുന്നതാണ് റെഫറൻസ് ഇലക്ട്രോഡ്, നമ്മുടെ സിലബസിലുള്ള അടുത്ത ടോപ്പിക്ക്. റെഫറൻസ് ഇലക്ട്രോഡിൻ്റെ ഇതെന്ന് വെച്ചാൽ എന്തുവാ? ഇപ്പം റെഫറൻസ് ഇലക്ട്രോഡ് നമുക്ക് ഒരു ഇലക്ട്രോഡ് റെഫറൻസ് വെക്കാൻ നമുക്ക് അതിൻ്റെ EMFനെ പറ്റി അല്ലെങ്കിൽ അതിനെപ്പറ്റി പഠിക്കാൻ പറ്റത്തില്ല. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഫൈൻഡ് ദ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ സിൻസ് നെയ്തർ oxidation nor reaction takes place independently, both occur simultaneously. Hence we can find out the relative value of the electrode potential by coupling it with a universally accepted reference electrode. അതിനെ നമ്മൾ യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് റെഫറൻസ് ഇലക്ട്രോഡുമായിട്ട് നമ്മൾ കപ്പിൾ ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ
വാല്യൂസിനെ പറ്റി, റിലേറ്റീവ് വാല്യൂസിനെ പറ്റി. ആൻഡ് ഐഡിയൽ റെഫറൻസ് ഇലക്ട്രോഡ് ഈസ് വൺ ഹൂസ് പൊട്ടൻഷ്യൽ ഈസ് ആക്യുറേറ്റ്ലി നോൺ. ഒരു ഐഡിയലായിട്ട് റെഫറൻസ് അതിൻ്റെ പൊട്ടൻഷ്യൽ ആക്യുറേറ്റ്ലി നോൺ. കൺസിസ്റ്റ് ആൻഡ് ഈസ് കോൺസ്റ്റൻറ്റ് ആൻഡ് ഈസ് കംപ്ലീറ്റ്ലി സെൻസിറ്റീവ് ടു ദ കോൺസെൻട്രേഷൻ ഓഫ് ദ അനലിറ്റിക് സൊല്യൂഷൻ. ഓക്കെ, അടുത്ത ടൈപ്പ് ഓഫ് റെഫറൻസ് ഇലക്ട്രോണിനകത്ത് വരുന്നതാണ് പ്രൈമറി റെഫറൻസ് ഇലക്ട്രോഡ്, SHE എന്ന് പറഞ്ഞ ഒരു ടോപ്പിക് നമ്മുടെ സിലബസിൽ കിടക്കുന്നത്. പിന്നെ സെക്കൻഡറി ആയിട്ട് കിടക്കുന്ന ഇലക്ട്രോഡായത് കാലോമൽ ഇലക്ട്രോഡും പിന്നെ ഗ്ലാസ് ഇലക്ട്രോഡും. ഓക്കെ, അടുത്ത സാധനമാണ് നമ്മൾ പഠിച്ച റെഫറൻസ് ഇലക്ട്രോഡിൽ ആദ്യത്തെ വരുന്ന സാധനമാണ് ഈ SHE അഥവാ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ന് പറഞ്ഞ ടോപ്പിക്ക്. ഓക്കെ, അപ്പം അതിനെപ്പറ്റി പഠിക്കാനായിട്ട് അപ്പോൾ നമ്മൾ SHE പറ്റി പഠിക്കാവുന്ന സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ പ്ലാറ്റിനം ഫോയിൽ. പ്ലാറ്റിനം ഫോയിലിനകത്ത് കോട്ടഡ് വിത്ത് പ്ലാറ്റിനം ബ്ലാക്ക് PT ബ്ലാക്ക് വിച്ച് ഈസ് ഇമ്മേഴ്സ്ഡ് ഇൻ എ സൊല്യൂഷൻ ഓഫ് 1 mole ഓഫ് HCl ഹൈഡ്രജൻ ഗ്യാസ് at 1 atm പ്രഷർ ഈസ് ബബിൾഡ് ഓവർ ദ ഇലക്ട്രോഡ്. ഓക്കെ, അത് ഇമേഴ്സ്ഡ് ഇൻ HCl സൊല്യൂഷനകത്ത് അതിനകത്ത് ഹൈഡ്രജൻ ഗ്യാസ് അറ്റ് 1 atm പ്രഷറിൽ ബബിൾ ചെയ്തുകൊണ്ടിരിക്കും പ്ലാറ്റിനം റോഡ്. അതിനെയാണ് SHE എന്ന് പറയുന്നത്. അങ്ങനെയാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്, മേക്ക് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോൺ. അടുത്ത അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഓഫ് SHE എന്ന് പറയുന്നത് ഇറ്റ്സ് പൊട്ടൻഷ്യൽ ഈസ് ആർബിട്രറി ഫിക്സഡ് ആസ് 0. അതിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0 ആണ്. ഇറ്റ് ഈസ് ഓക്കെ, it is reversible electrode, that is it can function as an anode or cathode depending upon on the nature of the electrode potential at which it is connected. If it function as an anode, it can be represented as PT, H2 gram bar H plus. അതായത് ഇത് രണ്ടായിട്ടും ആനോഡായിട്ടും കാഥോഡായിട്ടും എന്ന് വെച്ചാൽ നമുക്ക് ഇതൊരു റെഫറൻസ് ഇലക്ട്രോഡ് ആണല്ലോ. അപ്പോൾ അപ്പുറത്തോട്ട് ഇപ്പുറത്ത് നോക്കി നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അതിൻ്റെ സെൽ റിയാക്ഷൻ എന്ന് പറയുന്നത് ഹാഫ് H2 and H plus plus 1 ഇലക്ട്രോൺ. ഇഫ് ദ ഫംഗ്ഷൻ ആസ് കാഥോഡിലോട്ടാണെങ്കിൽ H plus, അതായത് ഈ റിയാക്ഷൻ നേരെ തിരിച്ചെഴുതിയാൽ മതി. H പ്ലസിനെ ഇവിടെ കൊണ്ടുവന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഇങ്ങനെ എഴുതിയാൽ മതി H2 ഗ്യാസ് എന്നുള്ള രീതിയിൽ. ഓക്കെ, അതിൻ്റെ സെൽ റെപ്രസെൻറ്റേഷനാണ് ഇത്. H plus plus 1 ഇലക്ട്രോൺ ഈസ് ഹാഫ് H2 എന്നുള്ളത്. ഓക്കെ, അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഇതിൻ്റെ യൂസസിനെ പറ്റിയാണ്. ഓക്കെ, യൂസസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡിറ്റർമിൻ ദ അൺനോൺ പൊട്ടൻഷ്യൽ ഓഫ് ആൻ ഇലക്ട്രോഡ്. ഓക്കെ, അതിൻ്റെ മെയിൻ യൂസസ് എന്താ, അൺനോൺ ആയിട്ടുള്ള ഒരു ഇലക്ട്രോണിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കാനാണ് അത് യൂസ് ചെയ്യുന്നത്. നമ്മൾ പഠിച്ചില്ല അതിൻ്റെ യൂസ് എന്താണെന്ന് ആദ്യമേ തന്നെ. ഇനി അടുത്ത വർക്കിംഗ് ഓഫ് SHE. ഓക്കെ, അതായത് ഡിറ്റർമിനേഷൻ ഓഫ് E0 യൂസിങ് SHE. അതെ, അപ്പോൾ കൺസിഡർ എ സിങ്ക് റോഡ് ഡിപ്ഡ് ഇൻ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ ഓഫ് 1 mole കോൺസെൻട്രേഷൻ വിച്ച് ഈസ് കപ്പിൾഡ് വിത്ത് SHE externally using voltmeter and internally using salt bridge. Okay, now the resultant cell can be represented by Zn bar Zn2 plus double bar H plus ബാർ PT നമ്മുടെ SHEയുടെ ഇതിനകത്ത് PT, H2 ഗ്യാസ്. ഇപ്പം ഈ ഫിഗർ വരച്ച് നോക്കാം. നമ്മൾ ഇപ്പം ഇത് ചോദിക്കുന്നതാണ് കേട്ടോ, നമുക്ക് മിക്കവാറും നല്ലൊരു മാർക്കിന് ചോദിക്കാൻ പറ്റുന്നൊരു ചോദ്യത്തിൽ ഒന്നാണ് ഈ കിടക്കുന്ന ചോദ്യം. അപ്പോൾ അതിൻ്റെ E0 സെൽ എന്ന് പറയുന്നത് E0 സെല്ലിൽ നിന്ന് E0 സെല്ലിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. E0 കാഥോഡ് മൈനസ് E0 ആനോഡാണ്. അപ്പോൾ E0 SHE മൈനസ് E0 Zn2 പ്ലസ് ബാർ Zn ബാർ Zn2 പ്ലസ്. അപ്പോൾ അതിനകത്ത് നമുക്ക് E0 സെല്ലിൻ്റെ വോൾട്ടേജ് ഓൾറെഡി അറിയാം, 0.76 വോൾട്ട്. 0/s E0 Zn ബാർ Zn2 പ്ലസ്. അപ്പം ഇതാണ് അവസാനം വരുന്ന ഇക്വേഷൻ. അപ്പോൾ E0 Zn2 പ്ലസ് പറയുന്നത് മൈനസ് 0.76 വോൾട്ട് എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ. ഇതിൻ്റെ അങ്ങനെ നമ്മൾ ആ ഒരു ഇലക്ട്രോണിൻ്റെ പൊട്ടൻഷ്യൽ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അപ്പം E0 സെൽ ക്യാൻ ബി ഡയറക്ട്ലി റെഡ് ഔട്ട് ഫ്രം ദ വോൾട്ട് മീറ്റർ. E0 സെല്ലിൻ്റെ വാല്യൂ നമുക്ക് വോൾട്ട് മീറ്ററിൽ നിന്ന് ഡയറക്ട്ലി റെഡ് ചെയ്യാൻ പറ്റും. നമുക്ക് മറ്റേ വോൾട്ട് മീറ്റർ മറ്റേ E0 കാഥോഡ് അതിൽ SHEയുടെ 0 ആണ്, നമുക്കങ്ങനെ E0 ആനോഡിനെ കണ്ടുപിടിക്കാം. ഡ്രോബാക്സ് ഓഫ് SHE എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു സെറ്റപ്പ്. ഭയങ്കര പാടാണ് ഇത് സെറ്റപ്പ് ചെയ്യാനായിട്ട്. ഇറ്റ് കാനോട്ട് ബി യൂസ്ഡ് ആസ് എ റെഫറൻസ് ഇലക്ട്രോഡ് ഇഫ് ദ സൊല്യൂഷൻ കണ്ടെയ്ൻസ് റെഡ്യൂസിബിൾ സബ്സ്റ്റൻസ് സച്ച് ആസ് കോപ്പറോ സിൽവറോ. നമ്മൾ കാരണം പ്ലാറ്റിനമായിട്ട് റിയാക്ഷൻ ഉണ്ടാകുന്നുണ്ട്. ഇറ്റ് കോസസ് പോയിസണിങ് ഓഫ് പ്ലാറ്റിനം ഫോയിലോ ഇന്നും പറ്റുന്നുണ്ട്. അടുത്ത സാധനമാണ് സെക്കൻഡറി റെഫറൻസ് ഇലക്ട്രോഡ്, അതായത് നമ്മുടെ കാലോമൽ ഇലക്ട്രോഡ്. കാലോമൽ ഇലക്ട്രോഡിനെ പറ്റിയാണ് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സ്റ്റാൻഡേർഡ് റെഫറൻസ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ഈസ് എ റെഫറൻസ് ഇലക്ട്രോഡ് വിച്ച് നോൺ കോൺസ്റ്റൻറ്റ് പൊട്ടൻഷ്യൽ ആൻഡ് ക്യാൻ ബി കപ്പിൾഡ് വിത്ത് അതർ ഇലക്ട്രോഡ്സ് ടു
ഇലക്ട്രോഡ്സ് ടു ഡിറ്റർമിൻ ദ അൺനോൺ പൊട്ടൻഷ്യൽ, അതായത് സ്റ്റാൻഡേർഡ് അല്ല, സെക്കൻഡറി റെഫറൻസ് ഇലക്ട്രോഡ്. ഓക്കെ, ഈ സെക്കൻഡറി റെഫറൻസ് ഇലക്ട്രോഡിനകത്ത് വരുന്നതാണ്, സെക്കൻഡറി റെഫറൻസ് ഇലക്ട്രോഡിനകത്ത് വരുന്ന സാധനത്തിലൊന്നാണ് കാലോമിൽ ഇലക്ട്രോഡ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ല, നമുക്ക് അറിയുന്ന റെഫറൻസ് ഇലക്ട്രോഡ്സിനെ പറ്റി പഠിക്കുന്നത്. കാലോമിൽ ഇലക്ട്രോഡ് എന്ന് പറയുന്നത്, കാലോമിൽ ഇലക്ട്രോഡ് കൺസിസ്റ്റ് ഓഫ് എ ഗ്ലാസ് ഹാവിങ് side tube, having side tube on both side. ഓക്കെ, അപ്പോൾ ഇതിനകത്തെന്ന് പറയുന്നത് ഗ്ലാസ് ഹാവിങ് സൈഡ് ട്യൂബ് ഓൺ ബോത്ത് സൈഡ്. ഓക്കെ, mercury covered with a paste of H2Cl2 is taken at the bottom of the glass tube. Inside the glass tube 0.1 or 1 n of or saturated KCl solution is taken. ഓക്കെ, നമ്മൾ ഇപ്പോൾ പഠിക്കുന്നതെന്ന് പറയുന്നത് കാലോമിൽ ഇലക്ട്രോണിൻ്റെ കൺസ്ട്രക്ഷനാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം അതിനകത്ത് ആദ്യം വരുന്നതിനകത്താണ് ഇപ്പോൾ പറഞ്ഞ സാധനങ്ങളും. ഓഫ് KCl സൊല്യൂഷൻ, എ പ്ലാറ്റിനം വയർ ഇസ് ഡിപ്ഡ് ഇൻ ടു ദ ഗ്ലാസ് tube containing Hg which helps for the electrical contact. Potential of the calomel electrode depends upon the concentration of KCl solution taken in the glass tube. ഈ പടം നിങ്ങൾ പഠിക്കുക കേട്ടോ. ഒരു ട്യൂബ് വരയ്ക്കുക, അതിനകത്ത് പുറത്തേക്കൊരു സാൾട്ട് ബ്രിഡ്ജ് ഇടുക, അതിനകത്തൊരു പ്ലാറ്റിനം വയറുണ്ട്, സാച്ചുറേറ്റഡ് KCl സൊല്യൂഷൻ ഉണ്ട്, താഴെ പേസ്റ്റ് ഓഫ് Hg2Cl2 ഉണ്ട്, പിന്നെ താഴെ ഏറ്റവും താഴെ മെർക്കുറി ഉണ്ട്. ഓക്കെ, പിന്നെ കാലോമൽ ഇലക്ട്രോണിൻ്റെ റെപ്രസെൻറ്റേഷനെ പറ്റി ആണ് അടുത്ത പഠിക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ കാലോമിൽ ഇലക്ട്രോണിൻ്റെ റെപ്രസെൻറ്റേഷൻ നമ്മളെപ്പോഴും കാണാതെ പഠിക്കണം. PT, Hg ബാർ Hg2Cl2 ബാർ KCl എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നമ്മുടെ ഇക്വേഷൻ ഈ കാൽഷ്യം അല്ലെങ്കിൽ ഈ കാൽ ഈസ് ഈക്വൽ ടു E0 കാൽ മൈനസ് 2.303 RT/2F ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് Cl മൈനസ്. നമ്മൾ പിന്നെ അതിൻ്റെ സൊല്യൂഷനായിട്ട് നമ്മൾ അതിനെ കണ്ടുപിടിച്ച് എഴുതുന്നതാണ്. നിങ്ങൾ നോക്കി പഠിച്ചേക്കുക ഈ ഇക്വേഷൻ. കാരണം നമ്മൾ ഇപ്പം ഇക്വേഷൻ എക്സ്പ്ലെയിൻ ചെയ്ത ഓരോ ലൈൻസിനെ പറ്റി പഠിക്കാനുള്ള സമയം ഈ എക്സാമിൻ്റെ സമയത്ത് നമുക്ക് ഇല്ലാത്തതുകൊണ്ട് നിങ്ങളിത് ഓർത്ത് വെക്കുക. ഇപ്പം ഇൻ കേസ് ഇതിൻ്റെ ഡെപ്ത് പഠിക്കണമെങ്കിൽ നമ്മൾ വേറെ വീഡിയോസൊക്കെ റെഫറൻസ് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോസ് ഞാൻ ഇടാൻ ശ്രമിക്കാം സമയമുണ്ടെങ്കിൽ. ഇപ്പം നിങ്ങൾ എക്സാമിന് വേണ്ടിയാണ് പഠിക്കുന്നത്, അപ്പോൾ ഇത് എക്സാമിന് വേണ്ടിയാണ് ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ എക്സാമിന് വേണ്ടി പഠിക്കുന്ന രീതിയിൽ നമ്മൾ ഈ ഇക്വേഷൻസ് നമ്മൾ കാണാതെ പഠിച്ച് വെച്ചേക്കാം. പിന്നെ സാച്ചുറേറ്റഡ് കാലോമിൽ ഇലക്ട്രോഡ് ഈസ് ജനറലി യൂസ്ഡ് സിൻസ് ഇറ്റ് ഈസ് ഈസി ടു സെറ്റപ്പ് ആൻഡ് ഇറ്റ്സ് EMF വിൽ നോട്ട് ചേഞ്ച് വിത്ത് കെമിക്കൽ. ഇതാണ് എപ്പോഴും നമ്മുടെ സാച്ചുറേറ്റഡ് കാലോമിൽ ഇലക്ട്രോഡാണ് മറ്റേ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോണിനേക്കാളും കൂടുതൽ. കാരണം അതിൻ്റെ പൊട്ടൻഷ്യൽ എപ്പോഴും മാറുന്നത് ഈസി സെറ്റപ്പ് ചെയ്യാനും പറ്റുന്നുണ്ട്. അതിന് കെമിക്കൽ റിയാക്ഷൻ ഉണ്ട്. അപ്പോൾ ഓക്സിഡേഷൻ എൻഡും ഓവറോൾ ഓക്സിഡേഷൻ റിയാക്ഷനും റിഡക്ഷനും ഓവറോൾ റിയാക്ഷനെ പറ്റി പഠിച്ച് വെച്ചേക്കുക നിങ്ങളൊക്കെ. ഓവറോൾ റിയാക്ഷൻ വെൻ ഓക്സിഡേഷൻ ടേക്സ് പ്ലേസ് ഈസ് ജസ്റ്റ് റിവേഴ്സ് ഓഫ് ദ ഓവറോൾ റിഡക്ഷൻ ഓഫ് ദ. അപ്പോൾ എന്താ വെച്ചാൽ ഇത് റിവേഴ്സ് ആണ്, ഈ റിയാക്ഷൻസ് മൊത്തം ജസ്റ്റ് റിവേഴ്സ് ചെയ്തതേ ഉള്ളൂ. ഓക്കെ, ഓവറോൾ റിയാക്ഷൻ. ഹെൻസ് കാലോമിൽ ഇലക്ട്രോഡ് is reversible with respect to the chloride ion. ക്ലോറൈഡിൻ്റെ ഇതിനകത്ത് വെച്ച് ഇത് റിവേഴ്സിബിൾ ആണ്. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് വർക്കിംഗ് ഓഫ് കാലോമിൽ ഇലക്ട്രോഡ്. വർക്കിംഗ് ഓഫ് കാലോമിൽ ഇലക്ട്രോഡ് പഠിച്ചു വെച്ചേക്കുക. ഇൻ ഓർഡർ ടു മെഷർ ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ആൻ ഇലക്ട്രോഡ് Zn electrode, it is coupled with CSE using a digital voltmeter. Okay, the voltmeter reading will give the cell EMF. The reduction potential of the standard calomel electrode is 0.2422 volt, is higher than that of the reduction potential of Zn2 plus bar Zn minus 0.76 volt. Therefore the reduction takes place at the CSE, അതായത് സ്റ്റാൻഡേർഡ് കാലോമിൽ ഇലക്ട്രോഡ്. നമ്മൾ ഈ റിയാക്ഷൻസ് നമ്മൾ എഴുതി വെച്ചേക്കുക. ദ റിസൾട്ടൻറ്റ് സെൽ പൊട്ടൻഷ്യൽ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ ഈ ഇക്വേഷൻ Zn ബാർ Zn2 പ്ലസ് ഡബിൾ ബാർ KCl. ഇത് KCl ബാർ Hg2Cl2 ബാർ Hg ബാർ PT. നിങ്ങൾ അതിനെപ്പറ്റി പിന്നെ നമ്മൾ പറഞ്ഞ ഈ സെൽ ഈസിക്കൽ ടു ഈ റിഡക്ഷൻ മൈനസ് ER മൈനസ് EL. അത് അപ്പം നിങ്ങൾ റിഡക്ഷനും മൈനസ് ഈ ഓക്സിഡേഷൻ എന്ന രീതിയിൽ പഠിച്ചു വെച്ചേക്കുക. പിന്നെ അതിൻ്റെ ഇക്വേഷൻസിനെ പറ്റി നിങ്ങൾ വായിച്ചു വെച്ചേക്കുക. ഓക്കെ, പിന്നെ ഈ പടം നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. 2 ബീക്കർ വെച്ചിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് കാലോമിൽ ഇലക്ട്രോഡിൻ്റെ പടം വരച്ച് വെച്ചേക്കുക. പിന്നെ അഡ്വാൻറ്റേജ് ഓഫ് കാലോമിൽ ഇലക്ട്രോഡിനെ പറ്റി പഠിച്ചു വെച്ചേക്കുക. അതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ഈസി ടു സെറ്റപ്പ്, ഇറ്റ്സ് EMF വിൽ നോട്ട് ചേഞ്ച് വിത്ത് കെമിക്കൽ റിയാക്ഷൻസ്. പിന്നെ അടുത്തതെന്ന് പറയുന്നതാണ്, അടുത്ത നിങ്ങളുടെ സിലബസിലുള്ള ടോപ്പിക്കാണ് ഗ്ലാസ് ഇലക്ട്രോഡ്. ഗ്ലാസ് ഇലക്ട്രോഡ് എന്ന് പറയുന്നതും ഗ്ലാസ് ഇലക്ട്രോഡ് ഈസ് എ സെക്കൻഡറി റെഫറൻസ് ഇലക്ട്രോഡ്. നമ്മുടെ കാലോമിൽ ഇലക്ട്രോഡിനെ പോലെ തന്നെ ഒരു സെക്കൻഡറി റെഫറൻസ് ഇലക്ട്രോഡാണ്. കോണിംഗ്
0.15 glass has been used for making the glass electrode. It is a special type of glass with a low melting point. എന്ന് പറയുന്നത് ഇതൊരു ടൈപ്പ് ഓഫ് ഗ്ലാസ് ആണ്. അതിനകത്ത് എന്ന് പറയുന്നത് ലോ മെൽറ്റിംഗ് പോയിൻ്റ് ആൻഡ് ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉള്ള ഒരു ഒരു സ്പെഷ്യൽ ടൈപ്പ് ഗ്ലാസ് ആണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 72% ഓഫ് SiO2, 6% ഓഫ് CaOയും 22% ഓഫ് N2Oയും ആണ് ഈ ഗ്ലാസ് ഇലക്ട്രോഡിനകത്ത് ഉള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത് ഗ്ലാസ് ഇലക്ട്രോഡിൻ്റെ കൺസ്ട്രക്ഷനാണ്. ഓക്കെ, ഗ്ലാസ് ഇലക്ട്രോഡ് എന്ന കൺസ്ട്രക്ഷനെ പറ്റി പറയുവാണെങ്കിൽ അതിനകത്താണ് വരുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ തിൻ ഗ്ലാസ് ബൾബ് വിച്ച് AG wire coated with AgCl. Okay, is used as an internal reference electrode. It is then filled with 0.1 mole ആണെന്ന് തോന്നുന്നു, 0.1 മോൾ ഓഫ് HCl സൊല്യൂഷൻ. നിങ്ങളൊന്ന് നോട്ട് റെഫർ ചെയ്യുക കേട്ടോ, അത് എനിക്ക് തോന്നുന്നു മോളായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ അതിൻ്റെ കൂടെ ഈ റിയാക്ഷൻസൂടെ പഠിച്ചു വെച്ചേക്കോ. ഈ ഫിഗർ വരച്ച് പഠിക്കുക. അതായത് ഒരു ട്യൂബിനകത്ത് നമ്മുടെ AGയുടെ വയർ, ഏറ്റവും താഴെ AgClഉം ഒരു തിൻ ഗ്ലാസ് ട്യൂബും, പിന്നെ അതിൻ്റെ മുകളിൽ ഒരു കോർക്ക് പോലത്തെ ഒരു സബ്സ്റ്റൻസ്. ഓക്കെ, ഗ്ലാസ് ഇലക്ട്രോഡ് വർക്ക് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സർഫസ് ഓഫ് surface of glass membrane and a solution and a solution is a linear function of pH. Here the glass membrane acts as an ion selective membrane of H plus ions. So an ion exchange reaction occurs between the singly charged cation of glass Na plus H plus ions of the solution. Finally, an equilibrium is established with the Na plus ion of the glass and H plus ion of the solution. Okay. പിന്നെ നിങ്ങൾ ഈ റിയാക്ഷൻസിനെ പറ്റി നോക്കി വെച്ചേക്കുക, പഠിക്കുക. അത് നിങ്ങൾ കാണാതെ തന്നെ പഠിക്കുക. കാരണം നമ്മളിപ്പം കെമിസ്ട്രിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന കെമിസ്ട്രിയാണ്. അപ്പോൾ കെമിക്കൽ റിയാക്ഷൻസിനെ പറ്റി നിങ്ങൾ കാണാതെ തന്നെ പഠിച്ചു വെക്കുക. അപ്പം അല്ലെങ്കിൽ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ എത്ര നല്ലത്. നിങ്ങൾ കൂടുതൽ വീഡിയോസ് കണ്ട് എക്സാമിൻ്റെ സമയത്ത് നമ്മൾ കൂടുതലും കാണാതെ പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നമുക്കറിയുന്നത് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ അവിടെ ഇതിനകത്ത് എക്സാം പേപ്പറിൽ എഴുതി വെക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം. ഓക്കെ, അത് ദ പൊട്ടൻഷ്യൽ ഓഫ് ഗ്ലാസ് ഇലക്ട്രോഡ് വേരീസ് വിത്ത് കോൺസെൻട്രേഷൻ ഓഫ് H plus ions. Okay, E0G is constant and it depends upon the nature of the glass and also the pH of the solution taken inside the glass bulb. Okay, E0G is equal to 0.6990 volt. Okay, the concentration of H plus ion inside the glass is constant, that is pH is constant, but when it is dipped with a solution of unknown pH, concentration of H plus ions inside the glass tube changes. As a result, pH changes. This result can develop a potential difference. pH is equal to E cell plus E0G minus 0.2422 by 0.0591. ഓക്കെ, അതാണ് ആ ഇക്വേഷൻ. അതിൻ്റെ pH കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. ആ ഇക്വേഷനെ പറ്റി നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, അഡ്വാൻറ്റേജസ് ഓഫ് ഗ്ലാസ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് it is very simple to operate. It can be used to find the pH of the oxidizing, reducing and even colored solutions. The glass electrode works effectively in the pH range of 1 to 9 and is unaffected by oxidation, reduction and poisoning agents. Electrode made of special glasses can be used up to a pH of 12. Drawbacks of standard hydrogen electrode എന്ന് പറയുന്നത് it cannot be used as a reference electrode for solution having pH greater than 12. Okay, glass electrode has very high resistance, so ordinary potentiometer cannot be used for determine the potential of electrode. Instead, special electronic potentiometer can be used. ഓക്കെ, അപ്പം ഇത്രയാണ് നിങ്ങളുടെ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ ടോപ്പിക്കിനകത്ത് വരുന്ന സിലബസിനകത്ത് കവർ ചെയ്തേക്കുന്നതെല്ലാം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം. കാരണം എന്നാലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എനിക്കിനി കൂടുതലും വീഡിയോസ് ഇടാനുള്ള എന്താ പറയുന്ന ഒരു ആർജവം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സഹായിക്കുക. കൂടെ നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനോട് അയച്ചു കൊടുത്ത് ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.